കറക്റ്റ് സമയത്ത് ഉണ്ണി എന്നെ വീഡിയോ കോൾ ചെയ്തതുകൊണ്ട് ആ റൗഡികളെ എനിക്ക് പിടിക്കാൻ പറ്റി. സോ ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഉണ്ണിക്കുള്ളതാണ്. ഇവനാണ് അവരെ പിടിക്കാൻ എന്നെ സഹായിച്ചത്. നീ എന്താ ഇക്കാര്യം ഞങ്ങളോട് പറയാതിരുന്ന? എന്തായാലും അമ്മ അറിയല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ നേരത്തെ പറയാതിരുന്ന. അമ്മേ, ഈ ഉണ്ണി അത്ര മോശമല്ല. ഇന്നിവൻ 2 തവണയാ വസുവിനെ രക്ഷിച്ചത്. നിങ്ങൾ സൂപ്പറാണ് ഏട്ടാ. റൗഡികളെ നന്നായി തല്ലിയിട്ടുണ്ട്. വളരെ താങ്ക്സ് അബി. ആ ഗുണ്ടകൾ വീണ്ടും വരുമെന്ന് ഞാൻ വല്ലാതെ ഭയപ്പെട്ടു. സോറി ഏട്ടാ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെ വീൽ ചെയറിലെ കാഴ്ചക്കാരനെ പോലെ നോക്കിയിരിക്കേണ്ടി വന്നു. ഏടത്തെ രക്ഷിക്കാൻ പറ്റിയില്ല. ഇറ്റ്സ് ഓക്കെ അഖിൽ. നിനക്ക് കഴിയുമായിരുന്നെങ്കിൽ ഉണ്ണി എന്നെ ഒരിക്കലും വിളിക്കില്ലായിരുന്നു. നീ തന്നെ അവരെ തല്ലി ഓടിക്കുമായിരുന്നു. അതെ ചെറിയച്ച, ചെറിയച്ചന്റെ കാല് ശരിയായിട്ട് അവർക്ക് ഒരു റൗണ്ട് അടികൂടി കൊടുക്കാന്നേ. വസുന്ധര, ഹോമം നന്നായിട്ട് നടന്നോ? നന്നായിട്ട് നടന്നു ഏട്ടാ. പൂജാരി ഒരുപാട് സമയമെടുത്ത് ഹോമം നന്നായിട്ട് ചെയ്തു. നമ്മുടെ പരിശ്രമത്തിനൊപ്പം ദൈവത്തിന്റെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ അഖിൽ എത്രയും വേഗം നടക്കും അബി. ശരി, ഭാഗത്തേക്ക് പോ, പ്രസാദം കഴിക്കാം. ഹലോ വക്കീലെ, എന്റെ രാജിക്ക് ബെയിൽ കിട്ടിയായിരുന്നോ? അങ്ങനെയാണോ? എന്നാ ഞാൻ ഉടനെ സ്റ്റേഷനിലേക്ക് വരാം. ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാനങ്ങ് എത്താം. എന്റെ രാജിക്ക് ജാമ്യം കിട്ടി. എന്റെ നാഥൻ പുറത്തു വരും. എന്റെ കല്യാണം നടക്കും. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഞാനത് എത്തി. ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം വസുന്ധര. ഭക്ഷണം ഇപ്പൊ റെഡിയാവും, അതൊന്ന് കഴിച്ചിട്ട് പോയാ പോരെ? ഏട്ടനെ ഓഫീസിൽ വിട്ടിട്ടാ വന്നിരിക്കുന്നത്. എന്നാ പിന്നെ ഭാസ്കരേട്ടനും ഏട്ടനും പൊതിച്ചോറ് തന്നുവിടാം. ഓഫീസിലിരുന്ന് കഴിക്കാലോ. ശരി എന്നാ. അല്ല, താൻ പറഞ്ഞതുപോലെ കാർത്തികയിൽ എന്തോ മാറ്റം സംഭവിച്ചെന്ന് തോന്നുന്നല്ലോ. അഖിലിനെ ഇപ്പോ അവള് നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ. അല്ല, എന്താ താൻ ചെയ്തേ? പറയേണ്ട കുറച്ച് കാര്യങ്ങൾ അവളോട് ഞാൻ പറഞ്ഞു. താൻ പറഞ്ഞു മനസ്സിലാക്കിയോ അതോ ഭീഷണിപ്പെടുത്തിയോ? 2 രീതിയിലും പറഞ്ഞു. അപ്പൊ വഴിക്ക് വന്നു. ഒരുപാട് താങ്ക്സ് ഉണ്ടോ സുന്ദര. അഖിലിനെ കുറിച്ച് ഓർത്ത് ഓഫീസിൽ ഞാനും ഏട്ടനും നല്ല ടെൻഷനിലായിരുന്നു. താനാണ് ഞങ്ങളെ ടെൻഷൻ ഫ്രീ ആക്കിയത്. താങ്ക് യു. എന്ത് പറ്റിയേട്ടാ? ഒന്നുമില്ല. എവിടെ? ഏട്ടന്റെ കൈയൊന്ന് കാണിച്ചേ. വേദനിക്കുന്നു. ഉളുക്കിയതാണെന്നാ തോന്നുന്നേട്ടാ. ആ തെമ്മാടികൾ അടിച്ചപ്പോ ചിലപ്പോ ഉളുക്കിയതായിരിക്കും. ഒരുപാട് വേദനിക്കുന്നുണ്ടോ? വലിയ കുഴപ്പമൊന്നുമില്ല. നിക്ക്, ഓയിന്റ്മെന്റ് എടുത്തിട്ട് വരാം. അല്ല വസുന്ധര, പതുക്കെ പതുക്കെ. അയ്യോ, സോറി ഏട്ടാ. മെല്ലെ പുരട്ടി തരാം. സോറി ഏട്ടാ, സോറി. ശരിക്കും എനിക്ക് വേദനിക്കുന്നോർത്ത് ടെൻഷനായില്ലേ? കയ്യിലൊരു വേദന ഇല്ലാഞ്ഞിട്ടാണോ എന്റെ മുന്നിൽ നാടകം കളിച്ച? താൻ ടെൻഷനായാലും എങ്ങനെ ഇരിക്കുന്ന അറിയാൻ വേണ്ടിയാ ഞാനൊന്ന് അഭിനയിച്ചേ. ഇപ്പൊ കണ്ടല്ലോ, ഇനി മേലിൽ ഇങ്ങനൊന്നും ചെയ്യരുത്. ഏതുപോലെ? ആക്ടിങ്ങോ അതോ ഫൈറ്റിങ്ങോ? രണ്ടും.
ആ ഗുണ്ടകൾ ഇങ്ങനെ അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പിന്നെ അല്ലാതെ അവനെ വസുന്ധരയുടെ ദേഹത്ത് കൈവയ്ക്കാറായോ? എന്നോട് ആര് മോശമായി പെരുമാറിയാലും ഇങ്ങനെയൊക്കെ ചെയ്യോ? ശരിക്കും പറഞ്ഞാൽ റൗഡികള് ഭാഗ്യവാന്മാരാ. കൈകെട്ടി രണ്ടെണ്ണം പറ്റിക്കാൻ മാത്രമേ ചെയ്തുള്ളൂ. ശരിക്കും കൊന്നുകളയേണ്ടതായിരുന്നു. എനിക്ക് ജാമ്യം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് ഇന്നലെ പോയ ആൻറ്റി ഇതുവരെ വന്നില്ലല്ലോ. അതുവഴി പോയി കാണും. ആ ഗുണ്ടകളെ പോലെ ആൻറ്റിയും പോയോ? പാവം 10 രൂപ കൊടുത്തതുകൊണ്ട് ഫീൽ ചെയ്തതായിരിക്കും. എന്താ സാർ വന്നത്? ഇവിടെ തടവിലുള്ള ചന്ദ്രശേഖരന് ജാമ്യത്തിനായി വന്നതാണ്. അകത്ത് സാറ് മാത്രമേ ഉള്ളൂ. ഒരാൾ പോയാൽ മതി. അപ്പൊ ഞാനോ? നിങ്ങളോട് നിൽക്കേ. വക്കീലേ, എന്നെ കൂടി അകത്തേക്ക് ഒന്ന് കൊണ്ടുപോവോ? അവരും എൻ്റെ കൂടെ അകത്തേക്ക് വന്നോട്ടെ. സോറി സാർ, അവരെ പോലീസിനോട് തന്നെ ഫ്രോഡ് പണി കാണിച്ചവരാ. അയ്യോ, എന്താ ഇവര് ചെയ്തത്? ഇയാൾക്ക് ഇന്നലെ ഞാൻ കൈക്കൂലി കൊടുത്തതാ സാർ. പോലീസുകാരനായിട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കൈക്കൂലി വാങ്ങിച്ചെന്നോ? നിങ്ങൾക്കെതിരെ കേസെടുക്കട്ടെ? അതൊന്നും വേണ്ട സാർ, നിങ്ങളും പൊക്കോളൂ. നമസ്കാരം സാർ. നമസ്കാരം വക്കീലേ. ഇതാ ജാമ്യത്തിനുള്ള അപേക്ഷ. നോക്കൂ. ആ ആൻറ്റിയോ? വക്കീലിനെയും കൂട്ടി ആൻറ്റി വന്നല്ലോ. എനിക്ക് ജാമ്യം കിട്ടിയതുപോലെ തോന്നുന്നു. എന്റെ രാജേ, എന്റെ നാഥനെ എത്രയും വേഗം പുറത്തു വിടണം സാർ. ഒന്ന് നിൽക്കും മാഡം, നിങ്ങൾ നിങ്ങളുടെ ഒരു ധൃതിയും. സോറി വക്കീലേ, സമയം കഴിഞ്ഞിട്ടാ നിങ്ങൾ വന്നത്. അതെങ്ങനെ സമയം കഴിയും? എന്ന് വെച്ചാ ഇന്നെന്റെ രാജയെ റിലീസ് ചെയ്യില്ലെന്നാ? പറ്റില്ല മാഡം, ഇനി നിങ്ങൾ നാളെ വന്നാൽ മതി. ഛേ, ഇന്ന് തന്നെ പുറത്തു പോയി അബിയുടെയും വസുവിന്റെയും കഥ കഴിക്കാമെന്ന് വിചാരിച്ചതാ. ഇനിയും ഒരു ദിവസം കാത്തിരിക്കണമെന്നോ? ഇന്ന് തന്നെ എന്റെ രാജയെ കൂട്ടിക്കൊണ്ടുപോയി വല്ല പാർക്കിലെങ്ങാനിരുന്ന് സമാധാനത്തോടെ പ്രണയകഥ പറയാന്നാ വിചാരിച്ചെ. ഇനി ഒരു ദിവസം വെയിറ്റ് ചെയ്യണോ? രാജാ, രാജാ, രാജാ. എന്തൊരു ശല്യമാ ദൈവമേ ഇത്. ഇനി ഈ കിളവിയുടെ ഡയലോഗെല്ലാം ഞാൻ കേൾക്കണമല്ലോ. എന്താ ഡിയർ? നമുക്കിടയിലെ ഈ ഇരുമ്പുകമ്പികൾ ഇനി ഒരു ദിവസം കൂടി കാണും. അതെ ഡാർലിംഗ്, ഇനി ഒരു ദിവസം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇത്രയും ദിവസം ഞാൻ കാത്തിരുന്നില്ലേ, ഒരു ദിവസം കൂടി കാത്തിരിക്കാൻ പറ്റില്ലേ? എനിക്കും അതേ ഫീലിംഗാ. നാളെ ഈ ഇരുമ്പ് കമ്പികളൊക്കെ ഭേദിച്ച് നിങ്ങൾ പുറത്തേക്ക് വരും രാജാ. അതെ, ഞാൻ സ്വതന്ത്രനായി തീരും. അതിനുശേഷം നമ്മൾ നമ്മുടെ പ്രണയ ലോകത്തേക്ക് പോകും രാജാ. പ്രണയ പക്ഷികളായി പറന്നു പോകും. തീർച്ചയായും ഡാർലിംഗ്. ആ നിമിഷങ്ങൾക്ക് വേണ്ടിയാ ഞാനും കാത്തുകാത്തിരിക്കുന്നത് ഡാർലിംഗ്. ലവ് യു രാജാ. ഈ വയസ്സാം കാലത്ത് പ്രണയം കാണാനാണോ സാർ ഞാൻ ഇത്രയും കാലമായിട്ട് റിട്ടയർ ആകാതെ നടക്കുന്നത്? എത്രയും വേഗം ആ കഴിവിയെ വിളിച്ചോണ്ട് പോ സാറേ. മാഡം, സുമംഗലി മാഡം, പോകാം, വരൂ. പോയി വരട്ടെ രാജാ. ആ ശരി. ആരോഗ്യം സൂക്ഷിക്കണേ. ആ ഡാബി, വസു, നാളെ വരെ നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിരിക്കും. പിന്നെ അങ്ങനെ ആയിരിക്കില്ല. നാളെ ഞാൻ പുറത്തിറങ്ങി കാണിച്ചു തരാം. നന്ദിനി, ഏട്ടത്തി, എന്താ ഇത്? ഇത് മുറിവെണ്ണയാ ഏട്ടത്തി. ആയുർവേദത്തിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. ഈ എണ്ണ കാലിൽ തേച്ച് പിടിപ്പിച്ചാൽ ഞരമ്പെല്ലാം ആക്റ്റീവായി തളർവാദം പിടിച്ചവര് പോലും എഴുന്നേറ്റ് നടക്കും. അഖിലേട്ടന് വേണ്ടി പ്രത്യേകം വരുത്തിച്ചതാ. ഒരുപാട് നന്ദിയുണ്ട് നന്ദിനി. അഖിലിന്റെ കാര്യങ്ങളൊക്കെ വളരെ നന്നായി നോക്കുന്നുണ്ട് നീ. അഖിലേട്ടനെ നടത്തിക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ചാണല്ലോ എന്നെ ഇങ്ങോട്ട് വരുത്തിയത് ഏട്ടത്തി. അപ്പൊ ആ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിക്കേണ്ടതല്ലേ? ഈ ഫാമിലി നിന്നോട് കടപ്പെട്ടിരിക്കുക നന്ദിനി. എന്താ ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാനൊരു നേഴ്സാ, എന്റെ ഡ്യൂട്ടിയല്ലേ ഞാൻ ചെയ്യുന്നേ. ഏത് പുസ്തകാ വായിക്കുന്നേ? ഇത് ഇവിടെ കിടന്ന പഴയൊരു നോവലാ. ഏട്ടന്റെ കാലിൽ പുരട്ടാനുള്ള സ്പെഷ്യൽ ഓയിൽ വരുത്തിച്ചതാ ഇത്. താങ്ക്സ് നന്ദിനി.
എന്നോട് താങ്ക്സ് പറയേണ്ട ആവശ്യമില്ല ഏട്ടാ, ഇതെന്റെ ഡ്യൂട്ടി അല്ലേ. എന്താ വസു, നന്ദിനി നിന്നോട് എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? നന്ദിനിക്ക് ചേച്ചിയുടെ സ്വഭാവം തന്നെയാ. ഈ പ്രായത്തിൽ അവൾക്ക് എത്ര നല്ല സ്വഭാവാ. അഖിലിന്റെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കുന്നുണ്ട് ചേച്ചി. അതുകൊണ്ടാ നന്ദിനിയെ വിളിച്ചു വരുത്തിയത് വസു. നന്ദിനിയാണ് ഇതിന് കറക്റ്റെന്ന് എനിക്ക് തോന്നി. നല്ല കാര്യം ചെയ്ത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അഖിലിനെ ഇത്ര നന്നായിട്ട് നോക്കില്ലായിരുന്നു ചേച്ചി. നന്ദിനിക്കൊരു നല്ല ഭർത്താവിനെ കിട്ടണം. അപ്പൊ അവൾക്ക് കല്യാണം എന്തെങ്കിലും നോക്കുന്നുണ്ടോ? അങ്ങനൊരു സമയം വന്നാ ഞാൻ എന്തായാലും നോക്കും. നന്ദിനി ചേച്ചിയുടെ മാത്രമല്ല, എന്റെയും കൂടെ അനിയത്തിയാ. നന്ദിനിക്ക് നല്ലൊരു ഭർത്താവിനെ തന്നെ കണ്ടുപിടിക്കും, പ്രോമിസ്. അയ്യോ, കുക്കർ അടുപ്പി വെച്ചിരിക്കുന്നു, മറന്നുപോയി. സോറി റാണി, ഇന്നെനിക്ക് ഫാമിലിയോടൊപ്പം അമ്പലത്തിൽ പോകണമായിരുന്നു. അതിനുശേഷം വീട്ടിലേക്ക് വന്ന് അഖിലിനോടൊപ്പം സമയം ചെലവഴിക്കേണ്ടി വന്നു. അതുകൊണ്ട് നിങ്ങളെ കാണാൻ പറ്റിയില്ല. നാളെ ഉറപ്പായിട്ട് മീറ്റ് ചെയ്യാം. ഞാൻ നാളെ വിളിക്കാം. ബൈ. ആന്റി, ഇത്രയും നേരം എവിടെയായിരുന്നു? സ്റ്റേഷനിലേക്ക് പോയിട്ട് വരികയാടി. സ്റ്റേഷനിലേക്കോ? ഏത് സ്റ്റേഷൻ ആന്റി? അത് മെട്രോ സ്റ്റേഷനില്. ഈയിടെയായിട്ട് നിങ്ങള് എപ്പോ ചോദിച്ചാലും മെട്രോ സ്റ്റേഷൻ എന്നാണല്ലോ പറയുന്നേ. അവിടെ എന്താ ഉള്ളത്? അവിടെ എന്താ ഉള്ളത്? മെട്രോ സ്റ്റേഷനിൽ കയറാനും ഇറങ്ങാനുള്ള ആൾക്കാർ കാണും. ഓ, ടൈം പാസ് ചെയ്യാൻ പോകുന്നതാണല്ലേ? എന്റെ സമയം നല്ലതാവാൻ വേണ്ടിട്ട് പോകുന്നതാ. അഖിൽ എവിടെ? റൂമിലുണ്ട്. എന്നിട്ട് നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? അഖിലിന്റെ കൂടെ ഉണ്ടാവേണ്ടതല്ലേ? അയ്യോ, അവിടെ നന്ദിനിയുണ്ട്. അവൾ അവിടെ എന്ത് ചെയ്യ? നേഴ്സ് അല്ലേ, അഖിലിന് ട്രീറ്റ്മെന്റ് ചെയ്യാണ്. നീ അവളെ അവിടെ ഒറ്റക്കിട്ട് വരാൻ പാടുണ്ടോ? എന്തുണ്ടാവാനാ ആന്റി? എന്താ നീ അങ്ങനെയൊക്കെ ചോദിക്കുന്നേ? നീ ആണെങ്കി അഖിലിനൊന്നും ശ്രദ്ധിക്കുന്നു പോലുമില്ല. ആ നന്ദിനി ആണെങ്കി അഖിലിന്റെ അടുത്ത് മാഗ്നറ്റ് പോലെ ഒട്ടി നിന്ന് ചേട്ടാ ചേട്ടാന്ന് വിളിച്ച് നടക്കുക. അല്ലെങ്കിൽ തന്നെ അവൾ അവന്റെ മുറപ്പെണ്ണ. രണ്ടുപേർക്കും ബന്ധമുണ്ട്. നാളെ അഖിലിന്റെ കാല് ശരിയായി എഴുന്നേറ്റ് നടക്കുമ്പോഴുണ്ടല്ലോ, ഇത്ര നാളും നീ അവനെ അവഗണിച്ചു എന്ന് പറഞ്ഞ് അവൻ നിന്നെ വിട്ട് നന്ദിനിയെ കല്യാണം കഴിക്കും. അങ്ങനെയൊക്കെ നടക്കുമെന്നാണോ? നടക്കില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? നീ ഒന്ന് ശ്രദ്ധിക്കണം. നിന്റെ കുടുംബം നീയാ നോക്കേണ്ടത്. അകത്തവിടെ എന്താ നടക്കുന്നെന്ന് പോയി നോക്കാം. വാ വാ, വരാനല്ലേ പറഞ്ഞ്. നന്ദിനി, വെയിറ്റ്, ഐ വിൽ ഹെൽപ്പ് യു. താങ്ക്സ് ഏട്ടാ. കണ്ടോടി കാർത്തികേ, ഞാൻ പറഞ്ഞപ്പോ നീ വിശ്വസിച്ചില്ലല്ലോ. ആ അഖില് അവളുടെ തലമുടിക്ക് ഒതുക്കി വെക്കുക. ഞാൻ തൊടുന്നത് അറിയുന്നുണ്ടോ ഏട്ടാ? ഏയ്, എനിക്ക് ഇക്ലിയാവുന്നുണ്ട്. ഇവിടെയോ നന്ദിനി, ഏട്ടാ? നന്ദിനി നിർത്ത, എനിക്ക് നല്ലപോലെ ഇക്ലിയാവുന്നുണ്ട്. കാർത്തികേ, നീ ഞാനും ശ്രദ്ധിക്കാതെ ഒരുപാട് വിട്ടു. ഇവിടെ കാര്യങ്ങൾ ഒരുപാട് ദൂരം പോയിരിക്കുക. കണ്ടില്ലേ രണ്ടെണ്ണത്തിന്റെ ചിരിയും സന്തോഷമൊക്കെ. ഇങ്ങനെയാണെങ്കിൽ നിന്റെ കുടുംബജീവിതം തകർന്നടിക്കാൻ സാധ്യതയുണ്ട്. ഉള്ളംകാലിൽ സെൻസേഷൻ ഉള്ളത് നല്ല ലക്ഷണം ആകില്ലേട്ടാ. കാൽ ഞരമ്പുകൾ പോലും നന്നായി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും ഏട്ടൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നടക്കും. താങ്ക്സ് നന്ദിനി. നീ പറഞ്ഞ പോലെ നടന്നാ നിനക്ക് ഞാനൊരു നല്ല ഗിഫ്റ്റ് തരും. അയ്യോ, ഗിഫ്റ്റാ? എന്ത് ഗിഫ്റ്റാ തരുന്ന ഏട്ടാ? നീ എന്ത് ചോദിച്ചാലും ഞാൻ തരും. എന്താ കൊടുക്കാൻ പോന്നേ? നിന്റെ പ്രണയം കൊടുക്കുവോ അതോ എന്റെ സ്ഥാനം കൊടുക്കുവോ? നീ എന്തൊക്കെയാ പറയുന്ന കാർത്തിക?
എടി നീ ഇവിടെ എന്താ ചെയ്യുന്നേ? കെയർ ടേക്കറായി വന്നിട്ട് എന്റെ ഭർത്താവിനെ വലവീശി പിടിക്കാൻ നോക്കുന്നു. കാർത്തിക, എന്നെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു കഴിയാൻ പോവുകയാണോ? അങ്ങനെ ചോദിക്കടി. കാർത്തിക, മൈൻഡ് യുവർ ലാംഗ്വേജ്. വായി തോന്നൊക്കെ വിളിച്ചു പറഞ്ഞ അടിച്ച് കാരണം പൊട്ടിക്കും ഞാൻ. തെറ്റ് ചെയ്യുന്നത് നിങ്ങളാണ്. ഞാനൊന്നും അറിയില്ലെന്ന് വിചാരിച്ചോ? നിങ്ങളുടെ റൊമാൻസ് ഞാൻ കണ്ടില്ലെന്ന് വിചാരിച്ചോ? കാർത്തി അപ്പം നല്ല ദേഷ്യത്തിലാ. ദൈവമേ, ഇതൊരു നല്ല വഴക്കായി മാറണേ. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളാ സംസാരിക്കുന്നത്. എന്ത് റൊമാൻസ്? ഞാൻ അഖിലേട്ടന് ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുക. ഇല്ല, അത് മുതലെടുത്ത് അഖിലിനെ കൈവശമാക്കാൻ നോക്കുകയാണ്. മുറച്ചെറുക്കനാണെന്ന് പറഞ്ഞ് കൈപ്പിടിയിലാക്കാൻ നോക്കുകയാണ്. സ്റ്റോപ്പ് ഇറ്റ് കാർത്തിക. എത്ര തരം താഴ്ന്ന് നീ സംസാരിക്കുന്നേ? തരം താഴ്ന്ന പ്രവൃത്തി ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേരുമാണ്. നിനക്ക് കല്യാണം കഴിഞ്ഞ കാര്യം നീ മറന്നു. നീ കല്യാണം കഴിച്ചവനാണെന്ന കാര്യം അവളും മറന്നു. രണ്ടുപേരും ചേർന്ന് എന്നെ പറ്റിക്കാൻ നോക്കുകയാണല്ലേ? കാർത്തിക, നീ ചോദിക്കടി, വിട്ടുകളയരുത്. രണ്ടിന്റെ വായടഞ്ഞു പോണം. നിനക്ക് വേറെ ആണുങ്ങളെ ഒന്നും കിട്ടിയില്ലേ? എന്റെ ഭർത്താവിനെ മാത്രമേ കിട്ടിയുള്ളോ? ഇതിനാണോ നീ ഈ വീട്ടിലേക്ക് വന്നത്? നല്ല പ്ലാൻ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നേ. അഖിലിന്റെ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടിയല്ലേ ഇത്രയും വലിയ പ്ലാനുമായിട്ട് വന്നത്? നീ നഴ്സിംഗിന്റെ ട്രെയിനിങ് ആണോ എടുത്തേ? അതോ അടുത്ത ആളിന്റെ ഭർത്താവിനെ എങ്ങനെ തട്ടിയെടുക്കണമെന്നുള്ള ട്രെയിനിങ് ആണോ എടുത്തത്? സ്റ്റോപ്പ് ഇറ്റ് കാർത്തിക. നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നേ? അത്രയ്ക്ക് ചീപ്പാണെന്നാണോ ഞാൻ? നീ അഖിലിന്റെ വൈഫ് ആകുന്നതിന് മുമ്പേ ഞാൻ അഖിലിന്റെ മുറപ്പെണ്ണ. അഖിലിന്റെ മേലെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഈ വീട്ടിലേക്ക് വരില്ലായിരുന്നു. ഇനിയും വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചാൽ വിവരം അറിയും നീ. മൈൻഡ് ഇറ്റ്. എന്താടി എന്നോട് വിരൽ ചൂണ്ടി സംസാരിക്കുന്നോ? എനിക്ക് വാർണിംഗ് തരുന്നോ? നീ എന്താ? നിന്റെ ജോലി എന്താ? ആഫ്റ്റർ ഓൾ ഒരു നഴ്സ്. എന്നെ എതിർക്കുന്നോ? കാർത്തിക, നല്ല അടിയായിരുന്നു. വഴക്കിനിയും വലുതാവണം. വീണ്ടും അടിക്ക്. രണ്ടും അടിച്ച് ചാവണം. ഇനി ഒരു തവണ ഈ റൂമിനകത്തോ അഖിലിന്റെ അടുത്തോ വരികയാണെങ്കിൽ നിന്നെ കൊന്നുകളയും ഞാൻ. ഗെറ്റ് ഔട്ട്. അയ്യോ നന്ദിനി, നീ മനുഷ്യൻ തന്നെയാണോടി? ഒരു പെണ്ണ് തന്നെയാണോ മറ്റൊരു പെണ്ണിനെ കൈനീട്ടി അടിക്കുക? രാക്ഷസി, എന്റെ കാലിപ്പോ ഓക്കെ ആയിരുന്നെങ്കിൽ എഴുന്നേറ്റ് നിന്റെ കൈ അടിച്ചൊടിക്കുമായിരുന്നു. ഛീ, നന്ദിനി, നിനക്ക് എന്താ പറ്റിയേ? എന്തിനാ നന്ദിനി നീ കരയുന്നേ? ഞാൻ ഇവിടുന്ന് പൊക്കോളാം. എന്നെ തിരിച്ചു പറഞ്ഞു വിട്. എന്താ ഉണ്ടായതെന്ന് പറയേ. നിന്നെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? പറ നന്ദിനി. പ്ലീസ് ഏട്ടത്തി, എന്നോടൊന്നും ചോദിക്കരുത്. എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ പോവാ. സോറി നന്ദിനി, ഐ ആം എക്സ്ട്രീംലി സോറി. എന്താ അഖിൽ, നന്ദിനി എന്തിനാ ഇങ്ങനെ കരയുന്നേ? തിരിച്ചു പോകുന്നൊക്കെ പറഞ്ഞ എന്താ ഇവിടെ നടന്നേ? നന്ദിനിയോട് കാർത്തിക വളരെ മോശമായിട്ട് സംസാരിച്ചു. നന്ദിനിയുടെ മുഖത്തടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോളം പറഞ്ഞു. കാർത്തികയ്ക്ക് വേണ്ടി ഞാൻ സോറി പറയാം നന്ദിനി. നിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ പോകുന്നേ? അവൾ പറയുന്നൊന്നും കാര്യമാക്കണ്ട. കാർത്തിക, കാർത്തിക, നീ നന്ദിനിയെ തല്ലിയോ? നിന്നോടാ ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നേ. ഈ നന്ദിനിയെ നീ തല്ലിയോന്ന്? അടിച്ചു. അതിനെന്താ? മര്യാദയ്ക്ക് അവളോട് സോറി പറയോ? കണ്ട ജോലിക്കാരോടൊക്കെ സോറി പറയുന്ന ശീലം എനിക്കില്ല.
ആരാ ജോലിക്കാരി? അവൾ എന്റെ അനിയത്തിയാ. അതിനിപ്പോ എന്താ? അവൾ അഖിലിനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വന്ന വെറും ഒരു നേഴ്സ് മാത്രമല്ലേ, പണമുണ്ടാക്കാനല്ലേ വന്നത്. നന്ദിനി പണത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? പണത്തിന് വേണ്ടി അല്ലെങ്കിൽ പിന്നെ അഖിലിന് വേണ്ടി. പ്ലാൻ ചെയ്ത ഏട്ടത്തിക്ക് തന്നെ അറിയില്ല അതെന്താന്ന്. സില്ലി ആയിട്ടുണ്ട് ഏട്ടത്തി. ഒരു ഭാഗത്ത് നിങ്ങള് എന്നെ അനിയത്തിന്ന് പറഞ്ഞിട്ട് മറുഭാഗത്ത് നിങ്ങളുടെ അറിവോടെ നിങ്ങളുടെ സ്വന്തം അനിയത്തിയെ കളത്തിലിറക്കുവോ? സൂപ്പർ ആയിട്ടുണ്ട് ഏട്ടത്തി. ഏട്ടത്തി സൈലന്റ് ആയിട്ട് ഇരിക്കുന്നോണ്ട് വളരെ പാവോന്നാ വിചാരിച്ചേ. ഇത്രയും വലിയ പ്ലാൻ ഉണ്ടാക്കുമെന്ന് ചിന്തിച്ചില്ല. ഞാൻ അഖിലിനെ ശ്രദ്ധിക്കുന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങളുടെ സ്വന്തം അനിയത്തിയെ വീട്ടിലേക്ക് വരുത്തി അഖിലിനെ വലയിൽ വീഴ്ത്താൻ പറഞ്ഞ് അഖിലിനെയും ഇവിടുത്തെ സ്വത്തിന്റെ പങ്കും അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചോ? കാർത്തിക വായടച്ചു പിടിക്ക്. വെറുതെ ഓർന്ന് വിളിച്ചു പറയരുത്. ഞാനിതൊക്കെ വെറുതെ പറയാണോ? നിന്റെ ഏട്ടത്തി തന്നെ സ്വയം സമ്മതിച്ചു കഴിഞ്ഞു. നിനക്ക് വേണ്ടിയാണ് നന്ദിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയതെന്ന്. കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിനക്കെന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? ഈ ചേച്ചി അനിയത്തിയും രണ്ടുപേരും വലിയ തന്ത്രശാലികളാക്കി. ആണുങ്ങളെ വലവീശി പിടിച്ച് സ്വത്ത് കൈക്കലാക്കാൻ നോക്കുകയാണിവർ. എന്താടി ഇത്? നിന്റെ ബന്ധുവാണെന്ന് പോലും നോക്കാതെ ഇങ്ങനെ അടിക്കണോ വേണ്ടത്? എണിക്ക് മോളെ. നീ എന്താ ഇവളുടെ അമ്മായിയമ്മയാണോ? ഇവളെ അടിച്ച് കൊല്ലാനാണോ പ്ലാൻ? ഇവളെ അടിച്ച് കൊല്ലുക തന്നെ വേണം. ഒരു പാപം കിട്ടാൻ പോകുന്നില്ല. എനിക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ ഇവളെ ഞാൻ തന്നെ കൊല്ലുമായിരുന്നു. എന്നെ അടിക്കുകയാണല്ലേ? നമുക്കൊക്കെ ജീവനായ ഭാവനേച്ചിയെ തരം താഴ്ത്തി കുറ്റപ്പെടുത്താണോ നീ? കൊന്നുകളയുന്നില്ല ഞാൻ. ഈ നന്ദിനി എന്തിനാ വന്നേന്ന് ഏടത്തി എന്ന് പറഞ്ഞതാണല്ലോ. വാ എടുക്കടി. അഖിലിന് വേണ്ടിയാ നന്ദിനി വന്നിരിക്കുന്നെന്ന് പറഞ്ഞ സ്വത്തിന് വേണ്ടിയും അഖിലിനെ സ്വന്തമാക്കാനും വേണ്ടിയാണ് വന്നതെന്ന് തെറ്റായി വിചാരിച്ചു വെച്ചിരിക്കുക. നന്ദിനി അഖിലിന് വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞ അഖിലിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി വന്നതെന്ന അർത്ഥം. അഖിലിന്റെ കാല് സുഖപ്പെടുത്താൻ വേണ്ടി അവള് വന്നത് എന്ന് വെച്ചാ ഫിസിയോതെറാപ്പിസ്റ്റ് ആയ നന്ദിനിയുടെ സഹായം അഖിലിന് ആവശ്യമാണെന്ന് കരുതി വിളിച്ചതാ. ഭാവനച്ചി നാട്ടിൽ നിന്ന് അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. അതല്ലാതെ അഖിലിനെയും സ്വത്തിനെയും സ്വന്തമാക്കാൻ വേണ്ടി അല്ല അവൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. നന്ദിനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്നാ ഈ നന്ദിനി അഖിലുമായി ക്ലോസ് ആകുന്നത് ഞാൻ കണ്ടു.